ഞാൻ ഇനി ഒരു മാർക്കറ്റിലേക്ക് പോവുകയാണ്. സുനിഷ അയിലൂർ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റിലുണ്ട്. സുനിഷ, ഇപ്പോൾ സദ്യവട്ടങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലും നല്ല തിരക്കായിരിക്കുമല്ലോ. നാളെയാണ് ഉത്രാടപ്പാച്ചിൽ, പക്ഷേ തലേദിവസം തന്നെ മേടിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. നാളത്തെ തിരക്കിൽ നിന്ന് ഒഴിവായി. പക്ഷേ മാർക്കറ്റുകളിൽ തിരക്കുണ്ട് അല്ലേ? സ്മൃതി, മാർക്കറ്റിൽ തിരക്കുണ്ട്, തിരക്കേറി വരികയാണ്. ഈ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും ഓൺലൈനായിട്ട് ഓണസദ്യയും കാറ്ററിംഗ് സർവീസുകാരെ ഒക്കെ ചുമതലപ്പെടുത്തുന്നതുമാണ് കണ്ടത്. പക്ഷേ സാധാരണയായി കൂടുതൽ മലയാളികളും ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോയി ഭക്ഷണം പാകം ചെയ്യുന്നവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ നാളെയും ഉത്രാടമാണ്, അടുത്ത ദിവസം തിരുവോണമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിൽ തന്നെയാണ് എന്നുള്ളതാണ്. എല്ലാവരും അങ്ങോട്ട് ഈ ചാല മാർക്കറ്റിലേക്ക് കടന്നാൽ വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. അത് ഓരോ രീതിയിലുണ്ട്. അത് പച്ചക്കറി ഭാഗത്ത് വന്നാൽ അങ്ങനെയുണ്ട്, പൂക്കളുടെ ഭാഗത്താണെങ്കിൽ അങ്ങനെയുണ്ട്. അങ്ങനെ എല്ലായിടത്തും വലിയൊരു തിരക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതാ നമ്മളോടൊപ്പം ഒരു അമ്മ, എങ്ങനെയുണ്ട്? നല്ല തിരക്കാണോ? തിരക്ക് ഇപ്പം കുറവ്. വൈകുന്നേരം ആകുമ്പോൾ തിരക്കായിരിക്കും. വൈകുന്നേരം 5 മണിയൊക്കെ കഴിയുമ്പോൾ പെണ്ണുങ്ങളൊക്കെ വീടുകളിൽ നിന്ന്, രാവിലെ മഴയല്ലായിരുന്നു, അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് സ്ത്രീകൾ കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ താമസിക്കും. അത് പോയിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ ജോലികളെല്ലാം ചെയ്തിട്ട് പൊന്നിൻ ചിങ്ങമാസം വരെയല്ലേ, അവർ മാവേലി വരുന്ന ദിവസമല്ലേ, അപ്പോൾ അവർ വീടെല്ലാം ഒന്ന് ശുദ്ധീകരിച്ചിട്ടൊക്കെ വൈകുന്നേരം മലക്കറിക്ക് ഇറങ്ങുള്ളൂ. നാളെയാണ് ഉത്രാടപ്പാച്ചിൽ. പക്ഷെ ഉത്രാടപ്പാച്ചിലിന് മുന്നേ അവർ പാച്ചിൽ തുടങ്ങിയിട്ടുണ്ടെന്നാ. ഇവിടെ നോക്കിയ ആളുണ്ടോ? തിരക്കില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തിരക്കില്ല. തിരക്ക് ഇനി ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പം തിരക്കില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേരെ ഷൂട്ടിംഗ് ചെയ്യാമല്ലോ, ലൈവായിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അത് തിരക്കില്ല യഥാർത്ഥത്തിൽ. പിന്നെ മലക്കറികളൊക്കെ ഇത്തിരി വില കൂടുതലാണ്, എന്നിരുന്നാലും ആളുണ്ട്, എല്ലാം വാങ്ങുന്നുമുണ്ട്. വില കൂടിയാൽ നമുക്ക് ഓണം നന്നായി ഉണ്ണണം. മാസം ഓണം തിരുവോണം ആഘോഷിക്കണ്ടേ? കൊച്ചുമക്കൾക്ക് ഓണക്കോടിയും കൊടുത്ത് എല്ലാവരും പുലിക്ക് എല്ലാം കളിച്ച് പറക്കി കളിക്കണ്ടേ? ഒരു വർഷത്തിലൊരിക്കൽ വരണം. നാനാ ദിക്കിലുള്ള മക്കളും സുഭിക്ഷമായിട്ട് ആഘോഷിക്കുന്നത് പൊന്നിൻ ചിങ്ങമാസം തിരുവോണമാണ്. അപ്പോൾ അതനുസരിച്ച് കുട്ടികളടുത്ത് അമ്മമാർ, സഹോദരന്മാർ, അപ്പൂപ്പന്മാരും എല്ലാവരും അവർ തിരുവോണം ആഘോഷിക്കും. പുതിയ ഓണക്കോടിയൊക്കെ കൊടുത്ത് ഇല്ലാത്തവർക്ക് നമ്മൾ അപ്പൂപ്പന്മാർക്കെല്ലാം വാങ്ങിക്കൊടുത്ത് എല്ലാം ശരിയാവും. നമുക്കൊരു ഹാപ്പി ഓണം. അപ്പൊ ഇതാണ് സ്മൃതി ഈ പറഞ്ഞതുപോലെ പച്ചക്കറിക്കൊക്കെ ഇച്ചിരി വില കൂടുതലൊക്കെ ഉണ്ട്. എന്നാൽ പോലും സ്വാഭാവികമായും ആളുകൾ അതൊന്നും കണക്കിലെടുത്തിട്ടും കാര്യമില്ല. ഏതായാലും പക്ഷേ എല്ലാവരും എത്തുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തലസ്ഥാനത്തൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാ കറി 23 കൂട്ട് കറികളില്ലാതെ ഓണസദ്യ ഉണ്ണില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങാനായി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തിരക്ക് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. രാവിലെയൊക്കെ തലസ്ഥാനത്ത് ഇച്ചിരി മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് ആളുകൾ വരാൻ കുറച്ച് താമസം എടുത്തു. ഇനിയിപ്പോൾ അങ്ങോട്ട് ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് വലിയ തിരക്കായിരിക്കും. ഇന്നാണെങ്കിൽ ഓണം വാരാഘോഷം തുടങ്ങുക കൂടി ചെയ്യുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായും തലസ്ഥാന നഗരി ഒരു ഉത്സവ നഗരിയാകുന്നു എന്നുള്ളതാണ്. വിപണികളിലും മാർക്കറ്റുകളിലും എല്ലാം വലിയ തിരക്ക്. ഇനി തലസ്ഥാന നഗരത്തിൽ തന്നെ ആകെ മൊത്തത്തിൽ തിരക്കാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചാല മാർക്കറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് സുനിഷ നൽകിയത്.